പിണറായി വിജയൻ 80 വയസ്സുള്ള ഒരു നേതാവിൻ്റെ ഫ്ലെക്സുകൾ ഓരോ 100 മീറ്റർ കൂടുമ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ വനിതാ മതിൽ എന്നൊക്കെ പറയുന്ന പോലെ ഇങ്ങനെ ഒരു ഒരു ലിങ്ക് ഒരു ചെയിനായിട്ട് ഇങ്ങനെ വെച്ചാൽ ആൾക്കാരെല്ലാവരും ഇറങ്ങി മറ്റാരുണ്ട് എന്നാണ് ചോദിക്കുന്നത്. ഈ ആൾക്കാരെ ഒരു സാധാരണ ജനങ്ങളുടെ ഒരു അവർക്കുള്ള അവരുടെ ഒരു കോമൺ സെൻസിനെ സാമാന്യ യുക്തിയെ വെല്ലുവിളിക്കുന്ന രീതിയിൽ അങ്ങനെയൊക്കെ ചോദിച്ചാൽ മറ്റാരായാലും മതി എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കേരളം മാറി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഈ 98-ൽ നിന്ന് 72-ലേക്ക് കുറയുക എന്നുള്ള മറ്റൊരു യുക്തി അതാണല്ലോ ഇവിടെ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഒരു മാസമായിട്ട് ഇവിടെ പലരും പറയുന്നൊരു കാര്യമാണ്. അത് നമ്മൾ ആലോചിച്ചാൽ മതി. ഇപ്പോൾ 2001-ൽ AK ആൻ്റണി വന്നത് 99 പ്ലസ് MA വാഹിദ് കഴക്കൂട്ടത്ത് സ്വതന്ത്രനായിട്ട് ജയിച്ചത് കൂടി കൂട്ടി 100 സീറ്റിൽ ആണ് ജയിച്ചത്. ആ 100 സീറ്റ് 2006 ആയപ്പോഴത്തേക്കും അത് ഇതേ നമ്പേഴ്സ് 100 സീറ്റ് ഉണ്ടായിരുന്ന UDF ആണ് അന്ന് 40 സീറ്റിലേക്ക് കുറഞ്ഞു പോയത്. അപ്പോൾ അത് ഈ വേവ് ഒന്നും വേണമെന്നുമില്ല. ഇപ്പോൾ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഉണ്ടായത് വലിയ വേവൊന്നുമല്ല. പക്ഷേ നല്ല കൃത്യമായിട്ടുള്ള വോട്ട് ഡിഫറൻസും കൃത്യമായിട്ട് ഈ മലപ്പുറത്ത് മാത്രം 5 ലക്ഷം കോടി എന്ന് പറയുന്ന ആ നമ്പേഴ്സ് തന്നെ തെറ്റാണ്. അത് എനിക്ക് തോന്നുന്നു ഈ പല സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പലരും ഇടുന്ന പോസ്റ്റുകളിൽ നിന്നൊക്കെ ലാൽ പറഞ്ഞതായിരിക്കും. അതുപോലും തെറ്റാണ്. ഈ 5% അന്നും വോട്ട് ഡിഫറൻസ് ഉണ്ടായിരുന്നു ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ. അതായത് 2021-ൽ UDFും LDFും തമ്മിലുള്ള വ്യത്യാസം അത് 5%. അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നേരെ തിരിച്ചു വന്നിട്ടുണ്ട്. 2020-ലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ LDF ആണ് ജയിച്ചത്. സാധാരണ 96 മുതലുള്ള തെരഞ്ഞെടുപ്പ് നോക്കിയാൽ 95 മുതലുള്ള പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഏത് മുന്നണിയാണോ ജയിക്കുന്നത് ആ മുന്നണിയാണ് പിന്നീട് അധികാരത്തിൽ വരുന്നത്. അന്നൊക്കെ 6 മാസം മുതൽ 8 മാസം 9 മാസം വരെ ദൈർഘ്യം ഉണ്ടായിരുന്നു ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ. ഇത് കൃത്യം 100 ദിവസം മുൻപ് നടന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ കൃത്യം 100 ദിവസം മുൻപ് നടന്ന തെരഞ്ഞെടുപ്പിന് ശേഷം ഇവിടെ എന്താണ് മാറ്റം വന്നത്? ഇവിടെ എന്തെങ്കിലും ഈ ശബരിമല സ്വർണ്ണപ്പാളി വിവാദം പോലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പാണ് വന്നത്. അതിനുശേഷം ആകെ എന്താണ് നടന്നതെന്ന് വെച്ചാൽ 220 കോടി രൂപ നമ്മുടെ പൊതുപണം എടുത്ത് CPM അവിടെ അങ്ങോളം ഇങ്ങോളം കേരളത്തിൽ ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. പത്രങ്ങളിൽ മുൻ പേജിൽ പരസ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മറ്റാരുണ്ട് LDF അല്ലാതെ? അതിൽ അവർ പിണറായി വിജയൻ്റെ പടം മാത്രമേ വെച്ചിട്ടുള്ളൂ. മറ്റാരുണ്ട് പിണറായി വിജയൻ അല്ലാതെ എന്നാണ് അവർ ചോദിക്കുന്നത്.